ഈ സിലിണ്ടർ ഞാൻ ഹൈഡ് ചെയ്യാണ്, കാരണം നമുക്ക് ഇനി അതിന്റെ ഒരു റൊട്ടേറ്റിംഗ് സാധനം ഉണ്ടാകുന്നുണ്ട്. അത് ജസ്റ്റ് ഈ സിലിണ്ടർ ലെയേഴ്സിൽ ഓഫ് ചെയ്യാം. ഒന്നെങ്കിൽ ലെയേഴ്സിൽ ഓഫ് ചെയ്യാൻ പറ്റും, അതായത് ഇങ്ങനെ ലെയേഴ്സിൽ പോയിട്ട് നിങ്ങളുടെ ഒബ്ജക്റ്റിന്റെ ലിസ്റ്റ് ഉണ്ടാക്കില്ല, അതിൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഹൈഡ് സെലക്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ഹൈഡ് ഓൾ അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഹൈഡ് സെലക്ഷൻ കൊടുത്താണ്. അപ്പൊ ഈ ഹൈഡ് സെലക്ഷൻ വരണമെങ്കിൽ നമ്മൾ വെർട്ടിസസ് മോഡ് അല്ലെങ്കിൽ എഡ്ജ് മോഡ്, ആ ഒരു മോഡിൽ നിന്ന് പുറത്തിറങ്ങും. ഞാനിപ്പോ ഈ വെർട്ടെക്സ് മോഡിൽ ഞാൻ ചെയ്താൽ എനിക്ക് ഇവിടെ ഹൈഡ് സെലക്ഷൻ ഉണ്ട്, പക്ഷെ ഞാൻ ഇത് കൊടുക്കുമ്പോഴേക്കും ഇത് വർക്ക് ആവത്തില്ല. കാരണം നമ്മൾ ഇതിൽ വെർട്ടെക്സ് സെലക്ട് ചെയ്ത് ഹൈഡ് ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ വർക്ക് ചെയ്യും. ഞാനിവിടെ ഒരു വെർട്ടെക്സും സെലക്ട് ചെയ്യാത്തതുകൊണ്ട് അത് വർക്ക് ചെയ്യത്തില്ല, ആ ഒരു മോഡ്. സോ ഞാൻ ഇതിന്റെ പുറത്ത് വന്നിട്ട് ഇതിൽ ഞാൻ ഇനി ഹൈഡ് സെലക്ഷൻ കൊടുത്താലേ ഇത് ഹൈഡ് ആവും. സോ അതുപോലെ ഞാൻ ഇതിന് ഹൈഡ് സെലക്ഷൻ കൊടുത്തേന്ന്. നമ്മളിവിടെ കണ്ടോ ഒരു ഡിസ്റ്റൻസ്, നല്ല ഡിസ്റ്റൻസിലാണ്. ജസ്റ്റ് ഇതിനൊന്ന് ഞാൻ ഈക്വലി ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കണം. നമ്മൾ കാണുമ്പോൾ ഒരു എക്സാക്ട് ഈക്വൽ ആവണമെന്നില്ല, ഏകദേശം ഒരു ഈക്വൽ ആണോ. ഓക്കെ, അപ്പൊ ഇത് ക്രിയേറ്റ് ആയി, ഷേപ്പ് ക്രിയേറ്റ് ആയി. ഇനി ഞാൻ ഇവിടുത്തെ പോളിഗൺസ് സെലക്ട് ചെയ്യും. ഇനിയിപ്പോ എനിക്ക് അത് എക്സ്ട്രൂഡ് ചെയ്യണം. അതായത് ഞാൻ ഈ ഷേപ്പാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എനിക്കിത് എക്സ്ട്രൂഡ് ചെയ്യണം. ഒന്നിക്കൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പുറത്തോട്ട് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, ഇത് എക്സ്ട്രൂഡ് ആയില്ല. ഇതിന്റെ കാരണം കൺസ്ട്രെയിന്റെ എഡ്ജ് മോഡ് ഓൺ ആണ്. ഞാനിത് ഓഫ് ചെയ്യും. എന്നിട്ട് ഞാൻ എക്സ്ട്രൂഡ് കൊടുത്താൽ നമുക്കൊരു ഫസ്റ്റ് ഡിസ്റ്റൻസ് ഇത് കൊടുത്തു. ഇതിപ്പോ ഇൻസ്റ്റൻസ് ആയതുകൊണ്ട് എല്ലാം അങ്ങോട്ടാവുന്നുണ്ട്. അതായത് ഞാൻ രണ്ട് ഒബ്ജക്റ്റ് ഇൻസ്റ്റൻസ് ആണെങ്കിൽ ഏത് ഒരു ഒബ്ജക്റ്റിൽ വർക്ക് ചെയ്താൽ മതി. ഞാനിപ്പോ ലെഫ്റ്റിൽ ഒബ്ജക്റ്റ് വർക്ക് ചെയ്ത് റൈറ്റിലോട്ട് ഇൻസ്റ്റൻസ് ആക്കിയിട്ട് ഞാൻ ലെഫ്റ്റിൽ തന്നെ വർക്ക് ചെയ്യണമെന്നില്ല. ഇൻസ്റ്റൻസ് ആയതുകൊണ്ട് ഞാൻ റൈറ്റിൽ വർക്ക് ചെയ്താലും ലെഫ്റ്റിലോട്ട് ബാധിക്കും, ലെഫ്റ്റിൽ വർക്ക് ചെയ്താൽ റൈറ്റിൽ ബാധിക്കും. ഇൻസ്റ്റൻസ് ആയതുകൊണ്ട് കോപ്പി ആണെങ്കിൽ അത് വർക്ക് ചെയ്തില്ല, സെപ്പറേറ്റ് ആണ് അതിന്റെ ഒരു സംഭവം. ഓക്കെ, ഞാനിപ്പോ ഇത് സെറ്റായി. സെറ്റ് ആകുമ്പോഴേക്കും ഇവിടെ ഒരു ഡിസ്റ്റൻസിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതൊന്ന് സെറ്റ് ചെയ്യണം. ഈക്വലി അല്ല, ഞാൻ മോഡിൽ പോയി ഇടുമ്പോഴേക്കും നമുക്ക് സർക്കിൾ കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പൊ ആ ഒരു സാധനം ഉണ്ടാക്കി. ഇനിയിപ്പോ എനിക്ക് ഇതിന്റെ ഇത് എടുക്കണമെങ്കിൽ അൺഹൈഡ് ചെയ്യണ്ടേ. അപ്പൊ ഞാൻ ഇവിടെ അൺഹൈഡ് ഓൾ ഒബ്ജക്ട്, അൺഹൈഡ് ഓൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓപ്ഷൻ, നമുക്ക് സ്പെസിഫിക് ഒബ്ജക്ട് അൺഹൈഡ് ചെയ്യാനില്ല. അപ്പൊ ഞാനിപ്പോ അൺഹൈഡ് ഓൾ കൊടുക്കുമ്പോഴേക്കും എല്ലാ ഒബ്ജക്റ്റും ഞാൻ ഹൈഡ് ചെയ്ത എല്ലാ ഒബ്ജക്റ്റും ഇല്ല. അതായത് ഞാൻ ഇതിന്റെ ഈ ഒരു സിലിണ്ടർ ഹൈഡ് ചെയ്തു, പിന്നെ നമ്മളിവിടെ നേരത്തെ ഡിറ്റാച്ച് ചെയ്ത സാധനമില്ല, അതും പൊങ്ങി വരും, കാരണം അൺഹൈഡ് ഓൾ കൊടുക്കുന്നതാണ്. അപ്പൊ ഞാൻ ലേയേഴ്സിൽ പോവാം, എന്നിട്ട് നമ്മളെ സിലിണ്ടർ കണ്ടോ. ഇതിപ്പോ ഓൾറെഡി ഇത്ര ഒബ്ജക്റ്റ് ആയി, ഇത് ഏതാണെന്ന് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാനിതെല്ലാം ഇനി റീനെയിം ചെയ്യുന്നു, കൺഫ്യൂഷൻ ക്രിയേറ്റ് ആയി. ഇതിപ്പോ ഞാൻ സിലിണ്ടർ ക്രിയേറ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇതിന്റെ നെയിമിൽ സിലിണ്ടർ കിടക്കുന്നത്. അതായത് എഡിറ്റബിൾ പോളി ആക്കിയിട്ടില്ല ഈ സിലിണ്ടർ, അതുകൊണ്ടാണ് അത് അങ്ങനെ കിടക്കുന്നത്. ഇല്ലെങ്കിൽ അതും ഒബ്ജക്റ്റ് ആയിട്ട് തന്നെ വന്നു. സോ ഇതിന് ഞാൻ ഇനി റേഡിയസ് ചെറുതാക്കും. നമുക്ക് അതിന്റെ ഉള്ളിലല്ല കിടക്കുന്നത്. സോ ഞാൻ ഇതിന്റെ റേഡിയസ് ചെറുതാക്കിയിട്ട് ഈ ഒരു സെഗ്മെന്റ്സ് ഒന്ന് ഹൈറ്റ് സെഗ്മെന്റ്സ് 5 ആണ് കിടക്കുന്നത്. ഞാൻ അതിന് 0 ആക്കും. എന്നിട്ട് ഇതിന്റെ ഒരു ഹൈറ്റ് ഇമേജ് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കൂട്ടാം. റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിനടുത്ത് ഹൈറ്റ് ആണ്. കുറച്ചും കൂടെ റേഡിയസ് അഡ്ജസ്റ്റ് ആണ്. നമുക്ക് അവിടെ ഹോൾ വരണ്ടേ.
സോ ഞാൻ ഇവിടെ ടർബോ സ്മൂത്ത് അപ്ലൈ ചെയ്യും. എന്നിട്ട് ഇവിടെ ഇതിന് ടർബോ സ്മൂത്ത് അപ്ലൈ ചെയ്യും. ഇതിന് സപ്പോർട്ടിങ് എഡ്ജ് ലുക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ടർബോ സ്മൂത്ത് ഇടുമ്പോഴേക്കും നമുക്ക് ആ ഷേപ്പ് റിട്ടേൺ ആവും, വേറൊരു ഷേപ്പിലോട്ടാണ് പോകുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ഐഡിയക്ക് വേണ്ടിയിട്ട് ഞാൻ ഓക്കെ ഈ ലെയർ ഓഫ് ചെയ്ത് നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യണം ഇതനുസരിച്ച്. അതായത് ഈ എഡ്ജ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അത് നേരത്തെ നീക്കിയില്ലേ അത് മാറി എഡ്ജ് മോഡ് ഓഫ് ചെയ്യുക. എല്ലാം മാച്ച് ആവുമ്പോൾ ഓക്കെ ഇതിനിപ്പോ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഈ ഗ്യാപ്പ് എത്ര കൊടുക്കണമെന്ന് മനസ്സിലാവണം. ഇത് സ്മൂത്ത് ആയാലും എനിക്ക് മനസ്സിലാവും. ഞാനിപ്പോ ഊഹം വെച്ചിട്ട് ഒന്നും ചെയ്തേക്കാം, പിന്നെ നമുക്ക് സ്കെയിൽ ചെയ്താൽ മതി ഫുൾ സെറ്റ്. സോ ഇത് പിന്നെ പുതിയ സേവ് ഫയൽ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സ്മൂത്ത്നെസ് കൊണ്ടുവരണം. അപ്പൊ ഞാൻ ഇത് മാത്രം ഹൈസൊലേറ്റ് ചെയ്യാം, കാരണം എനിക്ക് ഇതിൽ വർക്ക് ചെയ്താൽ മതി. ഫുൾ കോൺസെൻട്രേഷൻ ഇതിൽ കൊടുത്താൽ മതി. സോ ഇത് ഞാൻ എടുത്തു, ക്യാപ് സെഗ്മെന്റ്സ് 0 ആക്കി. ഇത് ഫ്ലാറ്റ് ആയി രണ്ട് സൈഡിലും. കൺവേർട്ട് വെജിറ്റബിൾ പോളി, പോളിഗൺ മോഡ് 4 അടിച്ചു, കീബോർഡിൽ 4 അടിച്ചിട്ട് വന്നു. രണ്ട് ഫേസ് സെലക്ട് ചെയ്തു, ഞാൻ ഇൻസെറ്റ് കൊടുത്തു. അപ്പൊ ഇത് രണ്ട് ഫേസിലും വന്നു. ഇൻസെറ്റ് മോഡ് ഔട്ടായി. ഞാൻ കട്ട് ടൂൾ എടുത്തു, കാരണം ഇത് ഇനിയിപ്പോ 4 ഫേസ് ആക്കണ്ടേ. കട്ട് ടൂൾ എടുത്തിട്ട് ഞാനിത് 4 ഫേസ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ഞാൻ മാനുവലി 4 ഫേസ് ആക്കി. അടുത്തത് ഞാൻ പിന്നെ ഇതിനെ ഷാംഫർ ചെയ്യണം, കാരണം ഇവിടെ നമുക്കൊരു സ്മൂത്ത് ഒരു കർവ് കാണുന്നുണ്ടല്ലോ. അപ്പൊ അതിന് ഞാൻ ഫ്രണ്ടിൽ വന്നിട്ട് പിന്നെ ഷാംഫർ നമ്മുടെ ഷാംഫർ ഒരു 2 അതായത് 5 എഡ്ജ് ലൂപ്പ് വരുന്ന രീതിയിൽ ചെയ്തിട്ട് ഷാംഫർ ചെയ്യും. ഇതിന്റെ ബാക്കിലും ഷാംഫർ കൊടുക്കും. ഇതിന് കുറച്ച് ചെറുതാക്കാം നമുക്ക്, കാരണം മിക്കവാറും ഈ സാധനം പൊതുവെ നമ്മളെ ഈ റൊട്ടേറ്റിംഗ് സാധനമാണെങ്കിൽ ഇവിടെ ഒരു ഹോളായിട്ട് ഇവിടെ ഒരു സ്റ്റിക്ക് വന്ന് കണക്ട് ചെയ്യുന്നത് അങ്ങനെയല്ലേ. പക്ഷെ നമുക്ക് അവരെ മെക്കാനിസം എങ്ങനെയാണ് നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെക്കുക. അപ്പൊ നമ്മൾ സെയിം ഷാംഫർ അല്ല, ഞാൻ അത് ഇച്ചിരി ചെറുത് എന്നിട്ട് ഞാൻ ഇതിന്റെ ഇടയിൽ റിംഗ് അടിച്ചിട്ട് ലൂപ്പ് കൊടുക്കും, സപ്പോർട്ടിംഗ് ലൂപ്പ്. അല്ലെങ്കിൽ ടർബോ സ്മൂത്ത് അടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സാധനം സ്ട്രെച്ച് ആയി ഇവിടം വരെ വരും. അപ്പൊ നമ്മൾ ഷേപ്പ് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ഈക്വൽ ഡിസ്റ്റൻസ് നോക്കിയിട്ട് ഒന്ന് ലൂപ്പ് കൊടുക്കും. ഇതാകുമ്പോൾ ഇത് മൾട്ടിപ്ലൈ ആകുമ്പോഴേക്കും ഇതിന്റെ ബൗണ്ടറി ഇത്രയും, നേരത്തെ ഇതിന്റെ ബൗണ്ടറി ഇവിടം വരെ ഉണ്ട്. അപ്പൊ ഇത് വരെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഈ ലൂപ്പ് വരെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് ഷാംഫർ കൊടുത്തതിന്റെ ആ ഒരു തിക്നെസ് സ്മൂത്ത്നെസ് ഇല്ലേ, അത് അവിടെ തന്നെ ഒന്ന് റീറ്റെയിൻ ആവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ലൂപ്പ് കൊടുക്കുന്നത്. ലൂപ്പ് കൊടുക്കുമ്പോൾ കുറെ കൊടുക്കേണ്ട ആവശ്യമില്ല, ഇത്രയും കൊടുത്തേക്കണം നമുക്ക്. ഇത് ഞാനിപ്പോ ചുമ്മാ നോക്കിയാൽ സ്മൂത്തായി. പക്ഷെ എന്നിട്ട് നമുക്കിത് അതായത് ഹാർഡ് ലൈൻസ് കാണുന്നില്ലേ. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയ ഈ സർക്കിൾ സാധനം നല്ല എന്താ പറയാ നല്ല ലോ പോളിയാണ്. അതുകൊണ്ട് ഞാൻ ഒരു വട്ടം ടർബോ സ്മൂത്ത് അടിക്കുമ്പോഴേക്കും ആ ലൈൻ വരും. അപ്പൊ ഇത് ജസ്റ്റ് നമുക്കൊരു വിഷ്വലി ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ ഇറ്ററേഷൻസ് കൂട്ടുമ്പോഴേക്കും ഇതിന്റെ മെഷീന്റെ കൗണ്ട് കൂടും. അപ്പൊ ഇത് ഇനിയും സ്മൂത്താണ്. ഞാൻ ജസ്റ്റ് അത് 2 വെക്കുക. എഫക്റ്റിന് സെലക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് സെഡ് അടിച്ചാൽ മതി. അതായത് ഒബ്ജക്ട് സെലക്റ്റഡ് ആണ്, പക്ഷെ നമുക്ക് വ്യൂ പോർട്ടിൽ കാണുന്നില്ലെങ്കിൽ സെഡ് അടിച്ചാൽ നമ്മൾ ഒബ്ജക്ട് സെലക്ഷനിലോട്ട് ഫോക്കസ് ആവും. ഇല്ലെങ്കിൽ ആവുന്നതെന്ന് വെച്ചാൽ നമ്മളെ എന്താണ് ഒബ്ജക്ട്സ് എല്ലാ ഏരിയയിലോട്ട് ഫോക്കസ് തരുള്ളൂ.
ഇതിപ്പോ ഓരോ ഒബ്ജക്റ്റ് മാത്രമേ എല്ലാം ഇതിന്റെ സെന്ററിലോട്ട് പോകും. സോ ഇവിടെ 2 ടർബോ സ്മൂത്ത് ഉണ്ട്. ഇത് ഞാൻ ഇപ്പത്തേക്ക് ഓഫ് ചെയ്ത് വെക്കാം. അതുപോലെ ഇതിലും ഇനി ഞാൻ ഷാംഫർ ചെയ്യും ഈ സാധനം. ഇപ്പോ ഞാൻ ഈ ഒരു ഏരിയ എന്താ പറയാ ഐസൊലേറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒരു മെഷീൻ സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു സാധനത്തിന് ഒരു സ്മൂത്ത്നെസ് കൊടുക്കും. ഞാൻ അത് ഈ ഒരു ബ്ലൂത്ത് സെലക്ട് ചെയ്തു. ഷാംഫർ ഭയങ്കര ചിലവാണ് കൊടുക്കുന്നത്. ഓക്കെ അടിച്ചു. ഇവിടെ ഞാൻ 3 അടിച്ചില്ല, ഞാൻ നേരത്തെ 5 അടിച്ചില്ല. ഇത് ജസ്റ്റ് നമ്മുടെ സർഫേസ് എത്ര സ്മൂത്ത് ആണോ അതനുസരിച്ചിട്ടാണ് അത് ഇടുന്നത്. അപ്പൊ നമ്മൾ 5ന്റെ മുകളിൽ പോകത്തില്ല. 5 എന്ന് പറഞ്ഞാൽ 5 ലൂപ്പ് എന്ന് പറയുമ്പോഴേക്കും ഈ സാധനത്തിൽ 2 ആയി. എന്താണ് ഇവിടെ ഇപ്പൊ 1 ആകുമ്പോഴേക്ക് 3 ലൂപ്സ് ആണ്. അപ്പൊ 2 അടിക്കുമ്പോഴേക്ക് 5 ലൂപ്സ്. ഇവിടെ ഞാൻ ഇതിനെ 5 ആക്കും. 5 ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു ലൂപ്പ് ഇടും. അപ്പൊ അത് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു എഡ്ജ് സെലക്ട് ചെയ്യുക, റിംഗ് അടിക്കുക, കണക്ട് കൊടുക്കുക, സെലക്ട് ചെയ്യുക, റിംഗ് കൊടുക്കുക, കണക്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിൽ കണക്ട് കൊടുക്കും. കാരണം ഇപ്പൊ ഇതിന്റെ ബൗണ്ടറി എന്ന് വെച്ചാൽ ഇവിടം വരെ, അപ്പൊ ഇത് വരിക ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ റിംഗ് അടിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ കണക്ട് കൊടുക്കും. ഞാൻ ഈ സാധനം ഇനി ടർബോ സ്പീഡ് ഇടുമ്പോഴേക്ക് എഫക്റ്റ് ഉണ്ടോ കറക്റ്റ് ഒന്ന് റൗണ്ട് കിട്ടിയിട്ടുണ്ട് സ്മൂത്തായിട്ട്. ഞാൻ ചെക്ക് ചെയ്യണം. എനിക്ക് നമ്മൾ ഇവിടെയും എന്താണ് ടർബോ സ്മൂത്ത് കൊടുക്കും. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ എഡ്ജിനും ടർബോ സ്മൂത്ത് കൊടുക്കും. ഞാൻ സിംഗിൾ ആയിട്ട് വിടത്തില്ല, ഇതിന്റെ വാല്യൂ വെച്ചിട്ട് ഞാൻ സ്മൂത്ത് ആയിട്ട് ട്രാൻസിഷൻ പോകും. പിന്നെ സെറ്റ് ചെയ്യും. അതുപോലെ ഇതിന്റെ ഉള്ളിലത്തെ ഏരിയാസിന് സെറ്റ് ചെയ്യും. എല്ലാ ലൂപ്പും ഞാൻ സെലക്ട് ചെയ്തു. വേണ്ട ഷാംഫർ ചെയ്യേണ്ട, അതായത് നിങ്ങൾ ഓവറോൾ മോഡൽ എല്ലാ ഷാംഫറും സെയിം വാല്യൂ ആണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എല്ലാ ഷാംഫറിന്റെ എല്ലാ ലൂപ്പും ഒറ്റയടിക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഷാംഫർ ചെയ്യും. പക്ഷെ ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ എല്ലാ ഏരിയസിനും പൊതുവെ അങ്ങനെ സെയിം വാല്യൂസ് വരാറില്ല. ഞാൻ ഇതുവരെ സെറ്റ് ഷാംഫർ കണ്ടോ, ഈ മെറ്റൽ ഈ ഏരിയ കുറച്ച് ഷാർപ്പാണ്. ഞാനത് ചെറുതാണ്. ഓക്കെ ഫൈൻ. ഈ ഒരു പൊക്കി കൊടുക്കുന്ന ഒരു സ്മൂത്ത് ഫ്ലോ ആണ്. ഇവിടെ ബാക്കിലും ചെയ്യും. നമ്മൾ ഷെല്ലടിച്ചുകൊണ്ട് നമുക്കിപ്പോ ബാക്കിലും ചെയ്യേണ്ട. അപ്പൊ ഇതില് ഞാൻ എഡ്ജ് മോഡ് സെലക്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം, ഇല്ലെങ്കിൽ ഇങ്ങനെ നീക്കാൻ പാടില്ല, ആക്സസ് തിരിക്കണം. അപ്പൊ അത് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആ ഒരു മോഡ് സെലക്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. അതാകുമ്പോൾ നിങ്ങൾക്ക് സെന്ററിൽ പിടിച്ച് നീക്കണം, ആക്സസ് പിടിക്കേണ്ട ആവശ്യം. എന്നിട്ട് ഇവിടെയും ഷാംഫർ കൊടുക്കും. നമ്മളെ ഫ്രണ്ടിൽ ഷാംഫർ കൊടുത്ത പോലെ ബാക്കിലും ഷാംഫർ കൊടുക്കും. അടുത്തത് നമ്മൾ ഇതിന്റെ ഇടയിൽ സപ്പോർട്ടിങ് എഡ്ജസ് 2 ഷാംഫറിന്റെ സെലക്ട് ചെയ്യും, റിംഗ് കൊടുക്കും, കണക്ട്. ഇവിടെ 5 കൊടുക്കാം, കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. 5 കൊടുത്തിട്ട് ഇതൊന്ന് അടുപ്പിക്കും. നമ്മൾ ഇവിടെയും കണക്ട് കൊടുക്കും.
അല്ലെങ്കിൽ ഈ സാധനം ഇവിടെ വരിഞ്ഞു. അപ്പൊ നമ്മൾ ആ കർവ് കുറച്ച് സീനാവും. ഞാനിവിടെ അതുപോലെ ടോപ്പിലും കൊടുക്കും. ഈ താഴെ കൊടുത്ത സെയിം വാല്യൂ ടോപ്പിലും കൊടുക്കും. കാരണം ഓൾമോസ്റ്റ് ഇതൊരു സിമിലർ ഒക്കെ ആവും. എന്നിട്ട് ഇവിടെയും കണക്ട് കൊടുക്കും. അപ്പൊ ഞാനിത് ഇൻസ്റ്റൻസ് ആയതുകൊണ്ട് ഇത് ഇപ്പുറത്ത് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ കൂടെ തന്നെ. എനിക്ക് അതിന്റെ ടെൻഷൻ ഇല്ല. എനിക്ക് ഇത് ചെയ്യാൻ ഇത് ഞാൻ ലാസ്റ്റ് ചെയ്യാം. കാരണം എനിക്കിത് കവർ ചെയ്യണ്ടേ. കവർ ചെയ്യണമെങ്കിൽ ഞാൻ ആ ഫുൾ ഷേപ്പ് വീണ്ടും ഉണ്ടാക്കേണ്ടി വരും. അതിന്റെ പകരം ലാസ്റ്റ് എനിക്ക് ഇവിടുന്ന് തന്നെ പോളിഗൺസ് സെലക്ട് ചെയ്ത് ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്ത് സ്കെയിൽ ചെയ്താൽ മതി. അപ്പൊ അത് സെറ്റ് ആവും. ഞാൻ അതിപ്പോ വെക്കുന്നില്ല, സെറ്റ് ചെയ്യുന്നില്ല. ഇത് സെറ്റ് ചെയ്തു. ഞാൻ ഇനി അൺഹൈഡ് ഓൾ കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റും നമ്മളിതും വന്നു. ഇത് ഇപ്പുറത്ത് വരാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇത് ഇൻസ്റ്റൻസ് ആയിരുന്നല്ലോ, ഞാൻ മാനുവലി ഇവിടെ ക്രിയേറ്റ് ചെയ്തതല്ലേ. അപ്പൊ ഞാൻ ഇതിന്റെ ഇൻസ്റ്റൻസ് അങ്ങോട്ട് എടുത്ത് വെക്കണം. ഒന്നിക്കൽ ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ കോപ്പി. നിങ്ങൾക്ക് ഇൻസ്റ്റൻസ് അതായത് ഈ ഫ്യൂച്ചറിൽ എന്താ ഷേപ്പ് മാറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റൻസ് ആക്കണം. ഈ ഷേപ്പിൽ ഞാൻ എനിക്ക് ഈ ഷേപ്പ് എടുത്തിട്ട് കാര്യമില്ല. കാരണം നമ്മൾ പിന്നെ എക്സ്ട്രാ കുറെ കിട്ടില്ലേ. അപ്പൊ ഇതിലോട്ട് അത് വരത്തില്ല. അപ്പൊ അത് സെറ്റ് ചെയ്യണമെങ്കിൽ ഞാനിത് ഇൻസെറ്റ് കൊടുക്കും വേണ്ട സ്ഥലത്ത്. എന്നിട്ട് ഞാൻ മാനുവലി ഒന്ന് ലൂപ്പ് സെറ്റ് ചെയ്യും. അപ്പൊ ഇതിൽ ഞാൻ ഇനി എഡിറ്റബിൾ പോളി ആയതുകൊണ്ട് ഞാൻ ഇവിടെ മാനുവലി നമ്മൾ ബേസിക്കലി എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഇതിന്റെ ഇത് മാച്ച് ചെയ്തുകൊണ്ടിരിക്കും ലൂപ്പ് കൗണ്ട്. കാരണം സർക്കിളിൽ നമ്മൾ ഈക്വൽ എഡ്ജസ് വെച്ചാല് ആ സർക്കിൾ എല്ലാം സെറ്റ് ആവും. ഇല്ലെങ്കിൽ അത് പിന്നെ സെറ്റ് ചെയ്ത് ചടങ്ങാണ്. കൗണ്ട് മാറും. ഞാൻ ജസ്റ്റ് മാനുവലി ഇതിനാണ് ഒരു സൈഡ് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ നമുക്ക് മറ്റേത് ഇൻസ്റ്റൻസ് എടുത്തിട്ട് വെൽഡ് ചെയ്തിരിക്കണം. അപ്പൊ ഈ മാനുവലി ഞാൻ ലൂപ്പ് ഇടുന്നത് Alt 1 അടിച്ചിട്ടാണ്. കീബോർഡിൽ Alt 1. ഇവിടെ കണക്ട് ചെയ്യും, സെന്ററിൽ കണക്ട് ചെയ്യും, സെന്ററിൽ എന്നിട്ട് ഇത് ഡിലീറ്റ് ചെയ്യും. കാരണം എന്തായാലും നമ്മൾ ഇൻസ്റ്റൻസ് എടുത്തുകൊണ്ട് ഈക്വൽ തന്നെ ആയിരിക്കും. അതായത് നമ്മൾ മെയിൻ സാധനം ഇൻസ്റ്റൻസ് എടുത്തുകൊണ്ട് അത് ഈക്വൽ തന്നെ ആയിരിക്കും. നമ്മളിവിടെ ഡിലീറ്റ്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ? എവിടെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചോദിച്ചാൽ മതിയേ. നമ്മളെ മോഡൽ ഓൾമോസ്റ്റ് തീരാറ്. കുറച്ചും കൂടെ ഒരു 10-15 മിനിറ്റ്സിൽ തീരും. ഇതിപ്പോ സെറ്റ് ചെയ്തു. എനിക്കിനി ഇത് മെഷ് കോപ്പീസ് ആണ്. ഞാൻ എന്തെങ്കിലും മാനുവലി ഇത് കണക്ട് ചെയ്യണം.
എന്നിട്ട് ഇത് എഡ്ജസ് സെലക്ട് ചെയ്തു. ഞാൻ കൺസ്ട്രെയിൻസിൽ എഡ്ജിലോട്ട് വന്നു. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നീക്കാം. അപ്പൊ ഈക്വൽ മെഷ് ഫ്ലോ കിട്ടാൻ വേണ്ടി നമ്മുടെ ഒബ്ജക്റ്റിന്റെ ആ ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് തള്ളി നിൽക്കാം കറക്റ്റ്. അപ്പൊ ഞാനിത് എന്താണ് ഇത് ഈ ബ്ലാക്ക് ഏരിയയിലുള്ള പോളിഗൺസ് വിട്ടിട്ട് ബാക്കി എല്ലാ ഈ വൈറ്റ് ഏരിയയിലുള്ള പോളിഗൺസ്. അപ്പൊ അത് ചെയ്യണമെങ്കിൽ ഇത് ഫുള്ള് സെലക്ട് ചെയ്യും, പുറത്തോട്ട് എക്സ്ക്ലൂഡ് ചെയ്യും, കൺസ്ട്രെയിൻസ് ഓഫ് ആക്കിയിട്ട് എക്സ്ക്ലൂഡ് ചെയ്യും. ഇതിന്റെ ഡിസ്റ്റൻസ് ഏകദേശം എനിക്ക് തോന്നുന്നു ഇതിന്റെ അത്ര വരില്ല, നമ്മളെ റൊട്ടേറ്റിങ്ങിന്റെ അത്ര വരത്തില്ല, അത് കളി തിരിച്ചറിയാം. ടോപ്പ് വ്യൂല് പോവാ, എക്സ്ക്ലൂഡ് ചെയ്യാം, ജസ്റ്റ് ഞാനിനി എന്ത് ചെയ്യണം, ഞാനിത് ഷാംഫർ ചെയ്യുമ്പോഴേക്കും നോക്കേണ്ടത് നമ്മളിത് ഇൻസ്റ്റൻസ് അടിക്കുന്നതുകൊണ്ട് നമ്മൾ പിന്നെ വെൽഡ് ചെയ്യും. അപ്പൊ ഈ പോളിഗൺസ് ഞാൻ ഡിലീറ്റ് ചെയ്യുള്ളൂ, ഒരു ഹോൾ കിട്ടി, എന്നിട്ടായിരിക്കും ഞാൻ ഷാംഫർ ചെയ്യുന്നത്. ഞാൻ എല്ലാ അടിച്ച് സെലക്ട് ചെയ്തു. അല്ലെങ്കിൽ നമ്മുടെ ഷാംഫറിന്റെ ഒരു ഇതില്ല. സോ ഞാനിത് സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ മുകളിൽ എന്തായാലും ഷാംഫർ ചെയ്തിട്ടുണ്ട്. ഷാംഫർ ഇപ്പൊ ഞാനിപ്പോ ചെയ്ത കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഷെല്ലടിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇനി ഷെല്ലടിക്കുമ്പോഴേക്കും ഷെല്ലടിക്കുമ്പോഴേക്കും വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ആ ഒരു ഷേപ്പിനെ ഷെല്ല് ചെയ്യും. നമുക്ക് ഇത് ഈ ഷേപ്പ് എങ്ങനെയാണ് വരേണ്ടത്, ഇത് ഫുൾ ഫ്ലാറ്റ് ആയിരിക്കണം, എന്നിട്ട് വരണം. ഇങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. സോ അതിന്റെ വഴി എന്താ, ഞാനിതിന് ഷെല്ല് കൊടുക്കുന്നില്ല, ഷെല്ല് ഡിലീറ്റ് ചെയ്തു. ഞാൻ ഇൻസ്റ്റൻസ് എടുത്തു. എന്റെ പിവറ്റ് കറക്റ്റ് സെന്ററിൽ ആയതുകൊണ്ട് എനിക്ക് ഇൻസ്റ്റൻസ് കറക്റ്റ് ആയി. നിങ്ങൾക്ക് ഇപ്പൊ ഇത് മൂവ് ആയി പോവുകയാണെങ്കിൽ ഇത് ഉള്ളിലോട്ട് നീക്കണം. ഇത് രണ്ട് സെലക്ട് ചെയ്തു. ഞാനിത് വെൽഡ് ചെയ്യും. ഇത് എനിക്ക് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഞാൻ ഇതിനെ ഇൻസ്റ്റൻസ് മോഡിൽ അറ്റാച്ച് ചെയ്യാൻ നോക്കിയാൽ അറ്റാച്ച് ആകത്തില്ല. ഞാൻ അതിങ്ങനെ എഡിറ്റബിൾ പോളിലോട്ട് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് കോപ്പിയിലോട്ടാണ് മാറുന്നത്. ഈ ഇൻസ്റ്റൻസ് കോപ്പിയിലോട്ട് കൺവേർട്ട് ആവണം. അപ്പൊ ഞാൻ ഇനി ഇതിൽ മെഷീൻ നീക്കുമ്പോൾ കണ്ടോ, ഈ സൈഡ് മാത്രമേ ആണെന്നില്ല, അപ്പുറത്തെ സൈഡ് ആണെന്നില്ല, ഇൻസ്റ്റൻസ് ആക്കുന്ന അങ്ങനെ. അപ്പൊ ഇനി ഞാൻ ഇതിനെ അറ്റാച്ച് കൊടുക്കും, വെർട്ടെക്സ് മോഡ്. ഈ എല്ലാ വെർട്ടിസസ് സെലക്ട് ചെയ്യും. ഇനിയിപ്പോ സ്ട്രൈറ്റ് ആക്കണം. ഞാനിത് സ്ട്രൈറ്റ് ആക്കും. ഒന്നിക്കലും ഇങ്ങനെ മാനുവലി സ്ട്രൈറ്റ് ആക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ആക്സിസ് ഏതാണെന്ന് നമുക്ക് അറിയുകയാണെങ്കിൽ എക്സ് ആക്സിസ്. സ്ട്രൈറ്റ് ആക്കേണ്ട ആക്സിസ് എക്സ് ആണ്, ഇവിടെ കാണാം. അപ്പൊ ഞാൻ ഇതിന്റെ താഴെ നമ്മളെ വെർട്ടിസസ് മോഡിൽ വെർട്ടെക്സ് സെലക്ട് ചെയ്തിട്ട് ഈ എക്സ് ക്ലിക്ക് ചെയ്യും. അപ്പൊ അത് തന്നെ സ്ട്രൈറ്റ് ആക്കും. അതിൽ പറ്റുന്നത്ര അത് സ്ട്രൈറ്റ് ആക്കും. സിസ്റ്റത്തിന് സ്ട്രൈറ്റ് തോന്നുന്നു, ചില സമയത്ത് അത് സ്ട്രൈറ്റ് ആവത്തില്ല. അപ്പൊ നമ്മൾ പിന്നെ വീണ്ടും ഒന്ന് പിടിച്ച് വലിച്ചാൽ മതി, എന്നിട്ട് വെൽഡ് കൊടുക്കും. ഈ സമയത്ത് ഞാൻ ബോർഡർ സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ സെന്ററിലൊരു ലൈൻ വന്നു, കാരണം അവിടെ ഹോൾ ആയതുകൊണ്ട് അത് അങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തത്. ഞാൻ ഇതിനെ വെർട്ടിസസ് സെലക്ട് ചെയ്ത് വെൽഡ് കൊടുത്ത് 0.1 mm 0.1 mm ആകുമ്പോഴേക്ക് തന്നെ ആഫ്റ്ററിൽ നമ്പർ മാറി, നമുക്ക് ഇനി മാറ്റേണ്ട ആവശ്യം. ചില സമയത്ത് കണ്ടോ ഞാൻ
ഞാനിപ്പോൾ വാല്യൂ കൂട്ടുമ്പോഴേക്കും കണ്ടോ ഇങ്ങനത്തെ ഒരു എഫക്റ്റ് വരും. അതായത് അടുത്തടുത്തുള്ള വെർട്ടിസസിന്റെ ഡിസ്റ്റൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, ഈ 0.5 ഒക്കെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് അത് സ്നാപ്പ് ആയി പോകുന്നത്, വെൽഡ് ആയി പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കണ്ടോ ഈ 0.01 mm സാധനം വർക്ക് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട്. ഇത് സെന്റിമീറ്റർ ആയിരുന്നെങ്കിൽ നമ്മൾ ഇതിന് 0.1 സെന്റിമീറ്റർ ഉണ്ട്, കാരണം 0.01 mm. സോ അതുകൊണ്ടാണ് നമ്മൾ മാനുവലി MM വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ചാംഫറൊക്കെ ചെയ്യുമ്പോഴേക്കും ഇനി ഞാൻ ബോർഡർ എടുത്ത് നോക്കുമ്പോഴേക്കും കണ്ടോ ആ സാധനം തരുന്നില്ല. സെലക്ഷൻ ഓൾ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ഹോളിലെ ഭാഗം വന്നിട്ട് ഈ എവിടെയാണ് ഹോളിൽ, അതുകൊണ്ടാണ് തരുന്നത്. സോ എനിക്ക് ഇനി ഫുൾ കംപ്ലീറ്റ് ചെയ്യണ്ട. അപ്പൊ ഞാൻ ഈ ഒരു പോളിഗൺ സ്ക്രീൻ ആയതുകൊണ്ട് ഞാൻ ഇതിനെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇത് ഓൾട്ട് ടു അടിച്ചിട്ട് ഇതിനെ സർക്കിൾ ആക്കാം, സർക്കിൾ ലൈനാക്കാം. ഓൾട്ട് അടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട എഡ്ജിന്റെ ഇപ്പുറത്തും അപ്പുറത്തും കാണുന്ന എഡ്ജ് ഇല്ലേ, അത് രണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് രണ്ടിന്റെ സെന്ററിലോട്ടാണ് നമ്മൾ എഡ്ജ് കൊണ്ടുവരുന്നത്. ഓൾട്ട് 1 അടിച്ചാൽ നമുക്ക് മാനുവലി ലൂപ്പ് ഇടാൻ പറ്റും. അത്രയും വ്യത്യാസം. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് സെറ്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ സർക്കിൾ ചെയ്തപ്പോ ഓൾട്ട് 2 അടിച്ച് ഇതിനൊന്ന് മാനുവലി ഒന്ന് സെറ്റ്, അതായത് എല്ലാത്തിനും ഒന്ന് സെറ്റ് ആക്കിയപ്പോ ഈ ഷേപ്പ് മാറിപ്പോയതുണ്ടോ. അപ്പൊ ഇത് ഫ്ലാറ്റ് ആക്കാൻ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് നമ്മളെ പോളിഗൺസ് എല്ലാം സെലക്ട് ചെയ്യാം, എന്നിട്ട് ഇതിനെ ഫ്ലാറ്റ് ആക്കണം. ഇതിനെ ഫ്ലാറ്റ് ആക്കി കഴിഞ്ഞിട്ട് ഇതിനെ ഡിറ്റാച്ച് ചെയ്യും, കാരണം ഇത് സ്ക്രീൻ ആണ്. അപ്പൊ നമ്മൾക്ക് ഇത് സെപ്പറേറ്റ് ആണ് നോക്കേണ്ടത്. ഞാനിത് സെപ്പറേറ്റ് കൊടുക്കും. എന്നിട്ട് ഇത് മാത്രം സെലക്ട് ചെയ്യും, ഏതാണ് നമ്മുടെ റിംഗ്. എന്നിട്ട് ഈ ഹോൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇത് രണ്ട് സെലക്ട് ചെയ്യും, ഫില്ല് ചെയ്തുകൊണ്ട് ബ്രിഡ്ജ് കൊടുക്കും. ബ്രിഡ്ജ് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് ബ്രിഡ്ജ് ആകുക. ഈക്വൽ ഡിസ്റ്റൻസ് ആണ്, പക്ഷെ അത് സ്ട്രേറ്റ് ആയിട്ട് ബ്രിഡ്ജ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് മാക്സിന്റെ ഒരു കുഴപ്പമാണ്. അത് സെറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു സെറ്റ് ഓഫ് എഡ്ജ് സെലക്ട് ചെയ്തിട്ട് ബ്രിഡ്ജ് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ലൂപ്പ് ചെയ്തിട്ട് ഈ ഓൾറെഡി ബ്രിഡ്ജ് ആയ സെലക്ഷൻ ഡീസെലക്ട് ചെയ്യുക, ഓൾട്ട് അമർത്തിട്ട്. എന്നിട്ട് ഞാൻ ബ്രിഡ്ജ് കൊടുക്കുമ്പോഴേക്കും നമ്മൾ സെറ്റ് ആയി. ഇതെന്തോ മാക്സിന് എന്തോ ഒരു പ്രശ്നം എല്ലാ വർഷങ്ങളിലും ഉണ്ട്. എന്നിട്ട് ഞാൻ ചെറിയ വാല്യൂ ഷാംപർ കൊടുക്കും. ഫ്രണ്ടിൽ കൊടുത്തല്ല, അതുക്കാളും ചെറിയ വാല്യൂ ഒരു എഫക്റ്റിന്, കാരണം ഇവിടെ നമുക്കൊരു സംഭവം ഉണ്ടല്ലോ. എന്നിട്ട് ഇതിന്റെ ഇടയിൽ കണക്ട് കൊടുക്കും. 4 5 ആവശ്യമില്ല, 3 മതി. ഇതിന്റെ ലൂപ്പിലും കണക്ട് കൊടുക്കും, ഇതിന്റെ ഉള്ളിലും കണക്ട് കൊടുക്കും. അപ്പൊ ഈ സ്ക്രീൻ ഇപ്പൊ ഫ്ലാറ്റ് സർഫേസ് ആണ്. അപ്പൊ നമ്മൾ ഇതിനെ ഷെല്ല് കൊടുത്തിട്ട് ചെറിയൊരു എന്താ പറയാ ഒരു എഫക്റ്റ് കൊടുക്കണം. നമ്മൾ ഒന്നും ഫ്ലാറ്റ് അങ്ങനെ വിടത്തില്ല, പ്ലെയിൻ ആയിട്ട് വിടത്തില്ല. സോ ഞാൻ ഷെല്ല് ചെറിയ വാല്യൂ എടുത്തിട്ട്, ഷെല്ല് നമുക്ക് അത്ര കാണില്ല, കാരണം സ്ക്രീൻ എന്തായാലും ഫ്ലാറ്റ് അല്ല ഉണ്ടാവില്ല. എന്നാലും നമുക്കൊരു ഇതിന് വേണ്ടിയിട്ട് ഇന്നറിൽ ചെറിയൊരു വാല്യൂ കൊടുത്തു ഇതിനെ കൺവേർട്ട് ചെയ്യുക. ഷാംഫർ കൊടുക്കും. ഷാംഫർ കൊടുക്കുമ്പോൾ ഇതൊന്ന് ബ്ലെൻഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിശ്ചയം കൂടെ ഒന്ന് കൂട്ടിക്കൊടുക്കണം. കൺവേർട്ട് ചെയ്യുന്നു. കൺവേർട്ട് ചെയ്ത് ഞാൻ ഇപ്പൊ ഷെല്ല് ചെയ്ത് കൺവേർട്ട് ചെയ്തിട്ട് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇനി ഇതിന്റെ മുകളിലൊന്നും വിടാനില്ല. ഷാംഫർ ചെയ്യുന്നു. ഷാംഫർ ചെയ്ത് ഈ സാധനം റെഡി ചെയ്തു. ഇതുകൊണ്ടാണ് ഞാൻ കൺവേർട്ട് ചെയ്തത്. ഓക്കെ,
ഇതിന്റെ ഇടയിൽ ഒന്ന് ലൂപ്പ് കൊടുത്തു. എന്നിട്ട് വേണമെങ്കിൽ നമ്മൾ ടർബോ സ്മൂത്ത് ഇടുമ്പോൾ സർക്കിളൊന്നും പ്രശ്നം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം സെലക്ട് ചെയ്യും. ഫ്രണ്ട് വ്യൂ പോയിട്ട് ഗ്രാഫ് സെലക്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ബാക്ക് ഫേസ് സെലക്ട് ആവും. എന്നിട്ട് ഞാൻ ഒരു വട്ടം ഇൻസെർട്ട് എടുക്കാം. എന്നിട്ട് ഞാൻ ഇതിന്റെ ഇതിനെ നമ്മൾ മെഷ് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ ഓൾട്ട് 2 അടിച്ചിട്ട് എല്ലാത്തിനും സെറ്റ് ആക്കില്ല. അപ്പോൾ ഇതിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഇത് സർക്കിൾ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇത് ഇത്രയും കെയർഫുൾ ആയിട്ട് ചെയ്യുന്നു. നമ്മളിപ്പോ സ്ക്വയർ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, കാരണം അത് പ്ലെയിൻ അല്ലേ. നമ്മൾ എങ്ങനെ വെച്ചിരുന്നാലും അത് പ്ലെയിൻ രീതിയിൽ തന്നെ അത് പോകാം. പക്ഷെ സർക്കിള് ചെറിയൊരു വ്യത്യാസം വന്നാൽ നല്ല ഗ്യാപ്പ് ഉണ്ട്, അതിന്റെ ഷേപ്പ് തന്നെ മാറും സംഭവത്തിന്. നിങ്ങൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ഇത് ഒന്ന് നോട്ടീസ് ചെയ്യാം. അതായത് ഈക്വലി ആണോ കണക്കുന്നത്. ഇപ്പൊ ഞാൻ റൊട്ടേറ്റ് ചെയ്തു, എന്താണ് എഡ്ജ് മോഡിൽ റൊട്ടേറ്റ് ചെയ്തു. ഈ സാധനമാണെങ്കിൽ കുറച്ച് പുറത്തോട്ടാണ് തള്ളി നിൽക്കുന്നത്. പുറത്തോട്ട് തള്ളി നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഒരു ഷെല്ല് കൊടുക്കും. ഫസ്റ്റ് ഒരു ഷെല്ല് കുറച്ച് പുറത്തോട്ട് തള്ളുന്ന രീതിയിൽ മെഷീൻ കൊണ്ടിരുന്നു. എന്നിട്ട് ഞാൻ ഇതിന്റെ പോളിഗൺസ് സെലക്ട് ചെയ്യും. ഫ്രണ്ട് വ്യൂവിൽ വന്ന് ക്യൂ അടിച്ചിട്ട് ഫുൾ സെലക്ട് ചെയ്യും. അതായത് ഈ ഒരു ഏരിയ വിട്ട് ബാക്കിയൊക്കെ സെലക്ട് ചെയ്യും. എന്നിട്ട് ഞാൻ ഒരു വട്ടം ഇൻസെർട്ട് അടിക്കും. ഈ ഇൻസെർട്ട് അടിക്കുന്ന കാരണം വെച്ചാൽ നമുക്ക് ഈ ഒരു ലൂപ്പ് എടുക്കണമെങ്കിൽ ഇതിവിടെ ഉണ്ടാവും. പക്ഷെ ഞാൻ ആ സമയത്ത് ഇൻസെർട്ട് അടിച്ചു വിടുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഫ്ലോ ഫുള്ള് സെലക്ഷൻ കിട്ടും. ഞാൻ ഇനി ഇൻസെർട്ട് അടിക്കുമ്പോഴേക്കും കണ്ടോ ആ ഒരു ലൂപ്പ് ഫുള്ള് സെലക്ട് ചെയ്യും. ഒരു വട്ടം ഇൻസെർട്ട് അടിക്കും. എന്നിട്ട് ഇതൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് സ്റ്റിഫായി കിടക്കത്തില്ല, ഹാർഡായിട്ട് കിടക്കത്തില്ല. അപ്പൊ നമ്മൾ ആ ഒരു എഫക്റ്റ് ഇതിലോട്ട് കൊണ്ടുവരണം. അത് സിമ്പിളാണ് ചെയ്യാൻ. ജസ്റ്റ് നമുക്കത് ഒരു സൈഡിൽ മതി. ഒരു സൈഡിൽ മാത്രം സെലക്ഷൻ വെച്ചിട്ട് ഞാൻ ടോപ്പ് വ്യൂവിൽ വന്ന് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്തു. ഈ ഒരു കോളിങ് ചെറുതായിട്ടൊന്ന് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യും. ഇവിടെ ഉൾപ്പെടും. ഒരു സെറ്റ് ഒരു ചെറിയൊരു കർവ് കൊടുക്കണം. എന്നിട്ട് ഞാൻ ഈ ഏരിയനെ ഷാംഫർ ചെയ്യും. കണ്ടോ, ഞാൻ എല്ലാ എഡ്ജിലും ഷാംഫർ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഒരിക്കലും അത് അത്ര ഷാർപ്പ് ആകത്തില്ല. പിന്നെ ഞാൻ ടർബോ സ്മൂത്ത് ഇടുമ്പോഴേക്കും ആ ഷാർപ്നെസ്സും പോകാൻ. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും നോക്കുക, മാക്സിമം ഷാംഫർ ഇടാൻ പറ്റുന്ന സ്ഥലത്തല്ല ഷാംഫർ. നമ്മളെ മെഷീൻ അത് കുറച്ചും കൂടി ഇൻടാക്ട് ആയിട്ട് കിട്ടും. എന്നിട്ട് ഇവിടെ ഞാൻ കൊടുക്കണം. ഇപ്പൊ ഇൻസ്റ്റൻസ് ആയതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതായത് ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ പകുതിയല്ല ചെയ്യുള്ളൂ, പകുതി ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുന്നുണ്ട്. സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിപ്പോ കൺവേർട്ട് ചെയ്യാത്ത കാരണം എന്ന് വെച്ചാൽ ഞാൻ കൺവേർട്ട് ചെയ്ത് എഡിറ്റബിൾ പോളിയാണ്. പിന്നെ എനിക്ക് എന്തെങ്കിലും മാറ്റം എന്തെങ്കിലും വരുത്തണമെങ്കിൽ മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ എല്ലാ മാറ്റങ്ങളും ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഇതിന് കവർ ചെയ്യണം. ഇത് രണ്ട് സെലക്ട് ചെയ്യുന്നു, ഐസൊലേറ്റ് ചെയ്യുന്നു,
ഇതിപ്പോ എനിക്ക് കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് നോക്കാം എവിടെ ഒരു ഹോൾ ഉണ്ട്. കൺട്രോൾ സെറ്റ് അടിച്ചാൽ ബാക്കിലോട്ട് പോകും, അൺഡു ആവും. എന്നിട്ട് ഞാൻ റൈറ്റ് ക്ലിക്ക് അടിക്കും, കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി, അറ്റാച്ച് ഫ്രണ്ട് വ്യൂവിൽ വന്ന് ഈ മെഷിനെ നമുക്ക് എക്സിലാണ് പോകുന്നത്. അപ്പൊ ഞാൻ എക്സ് അടിച്ചിട്ട് ഇവിടെ പ്ലെയിനാർ എക്സ് അടിക്കും, എന്നിട്ട് വെൽഡ് കൊടുക്കും. വെൽഡ് ഒരു ബട്ടൺ അമർത്താം, സൈഡിൽ സെറ്റിംഗ്സ് ഉണ്ട്, അത് മാത്രം നമുക്ക് ഈ വാല്യൂ എല്ലാത്തിലും വേറെ വേറെ വാല്യൂസ് ഉണ്ട്. ഓക്കെ, ഇത് കുഴപ്പമില്ല. ഇനി എനിക്ക് ഈ ലൂപ്പ് കളയാം, ഇത് ആവശ്യമില്ല. ഞാൻ ഈ ലൂപ്പ് നേരത്തെ വരച്ചത് എന്തിനാണെന്ന് വെച്ചാൽ മറ്റേ സ്പീക്കറിന്റെ ഒരു ഷാംഫറിന്റെ ഒരു കർവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരച്ചത്. പക്ഷെ ഇതിപ്പോ സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ആയതുകൊണ്ട് ഇതില്ലെങ്കിലും പാടില്ല, കാരണം ഇത് അത് ടച്ച് ആവുന്നില്ലല്ലോ. ഫിസിക്കലി ഇതെല്ലാം കളയാം, എല്ലാം അല്ല, അതായത് അടുത്തടുത്ത് കിടക്കുന്ന ലൂപ്സ് ഒക്കെ. അല്ലെങ്കിൽ ഓക്കെ, ഇത് ഫുള്ള് കളയാം. നമുക്ക് മാനുവലി ഫുള്ള് എഡ്ജ് ലൂപ്പ് ഇടാം. ഇതെല്ലാം സെലക്ട് ചെയ്ത് ഈ തവണ ഞാൻ റിംഗ് അടിക്കേണ്ട പകരം ലൂപ്പ് കൊടുക്കും. ലൂപ്പ് കൊടുക്കുമ്പോൾ ആ ലൂപ്പ് ഫുള്ള് സെലക്ട് ആവും. കൺട്രോൾ ബാക്ക് സ്പേസ് അടിക്കും. വരും ബാക്ക് സ്പേസ് അടിച്ച് അത് വെർട്ടെക്സ് മാത്രം അവിടെ കിടപ്പുണ്ടാവും. എഡ്ജ് എല്ലാം ഡിലീറ്റ്, വെർട്ടെക്സ് മാത്രം കിടപ്പുണ്ടാവും. പക്ഷെ നമുക്ക് രണ്ടും പോകണം, എന്നാലും നമുക്ക് കണക്ട് ആഡ് ചെയ്യാൻ പറ്റും. സോ ഞാനത് എന്താ പറയാ, ലൂപ്സ് സെലക്ട് ചെയ്തിട്ട് കണക്ട് കൊടുക്കും. കിട്ടണം. എന്നിട്ട് ഞാൻ ഇതൊന്ന് നീക്കി അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇപ്പൊ ബാക്ക് കവർ ചെയ്യേണ്ടതുകൊണ്ട് ഈ ഓഡിയൻസ്, ഈ ഒരു ഞാനിത് ഷാംഫർ ചെയ്തിട്ടില്ല, ഞാൻ ലാസ്റ്റിൽ ഷാംഫർ ചെയ്താൽ അപ്പൊ ഞാൻ ഇതൊന്ന് സെലക്ട് ചെയ്യും. അപ്പൊ ഇത് ഇനി മാനുവലി ഇങ്ങനെ സെലക്ട് ചെയ്യേണ്ട പകരം ഡ്രാഗ് സെലക്ട് ചെയ്യാം. അപ്പൊ ഇത് ഇത്തിരി സെലക്ട് ആവുമല്ലോ, ടോപ്പ് വ്യൂല് വന്നിട്ട് ഡീസെലക്ട് ചെയ്താൽ സെലക്ഷൻ. അപ്പൊ ഞാനിപ്പോ ബാക്ക് വ്യൂലോട്ട് പോകും, സ്കെയിൽ എടുക്കും, ഷിഫ്റ്റ് അമർത്തിട്ട് സ്കെയിൽ ചെയ്യും. കൺട്രോൾ ഷിഫ്റ്റ് അടിച്ചിട്ട് സ്കെയിൽ ചെയ്യും. നമ്മളിപ്പോ പോളിയൻ മോഡലാണ്, അപ്പൊ നമ്മൾ കൺട്രോൾ ഷിഫ്റ്റ് അടിച്ച് സ്കെയിൽ ചെയ്യുമ്പോഴേക്കും നമ്മൾ സെലക്ട് ചെയ്ത പോളിയൻസ് മാത്രം നമുക്ക് കിട്ടും ഇങ്ങനെ. സോ നമുക്ക് അതൊന്ന് വേണ്ടത്ര ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, കാരണം കർവ് കിട്ടത്തില്ല, കാരണം നമ്മൾ ചെറുതാക്കല്ലേ. നമ്മൾ ബാക്കി സ്ട്രേറ്റ് ലൈൻസ് വരുന്ന അത്രയും അഡ്ജസ്റ്റ് ചെയ്യാം. കൺട്രോൾ ഇടുമ്പോൾ ടു ക്ലോൺ ടു എലിമെന്റ്, ക്ലോൺ ടു ഓബ്ജക്റ്റ് കൊടുക്കാം. ഓക്കെ അടിക്കുക. എന്നിട്ട് ഞാൻ ഈ ഓബ്ജക്റ്റിന്റെ വെർട്ടെക്സ് മോഡിൽ വരും, സെലക്ട് ചെയ്യും, ഞാൻ മാനുവലി അതുപോലെ തന്നെ ഇവിടെ സെയിം. ഓക്കെ, ഇതിപ്പോ പ്ലെയിൻ ആണ് കിടക്കുന്നത്. ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്യണം. ഒന്ന് മാച്ച് ചെയ്താൽ മതി ലൂപ്സ്. ആക്കണം. നമുക്കിപ്പോ ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇത് ഓക്കെ ആയിക്കോ ഉള്ളൂ.
കാരണം നമ്മൾ ആ മെഷ് തന്നെ സംഭവം എടുത്ത് സ്കെയിൽ ചെയ്യുന്ന അതിന്റെ ഡയമീറ്റർ ചേഞ്ച് ആക്കില്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്കിത് ഫില്ലല്ലോ വേണ്ടത്, ഫില്ല് ചെയ്തിട്ടല്ല കിടക്കണ്ടേ. ഞാനിത് ക്യാപ്പ് ചെയ്യും, ബോർഡറിൽ പോയി ബോർഡർ സെലക്ട് ചെയ്ത് ക്യാപ്പ് കൊടുക്കും. എന്നിട്ട് ഈ ലൂപ്പ് എല്ലാം മാനുവലി സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്യും, അതായത് കട്ട് ചെയ്ത് സെലക്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെ ചെയ്യേണ്ട പകരം നമുക്ക് ഇവിടെ ഈക്വൽ ഡിസ്റ്റൻസിലെ സ്ഥലത്ത് ഒന്ന് ബ്രിഡ്ജ് അടിച്ചാൽ മതി. എന്നിട്ട് ഐസൊലേറ്റ് ചെയ്തെടുക്കുക. ബ്രിഡ്ജ് ബ്രിഡ്ജ് ഇത് ബ്രിഡ്ജ് ചെയ്യണം. എന്നിട്ട് നമ്മൾ മെഷ് ഇവിടെ കണക്ട് ചെയ്യും. ഓൾട്ട് 1 അടിച്ച് നമ്മൾ ക്ലിക്ക് ചെയ്ത് മെഷ് എല്ലാം സെലക്ട് ചെയ്യും. എന്നിട്ട് ഇത് വീണ്ടും ബ്രിഡ്ജ് ചെയ്യും. ബ്രിഡ്ജ് കൊടുക്കുക. ലാസ്റ്റ് പോളിൽ ബോർഡർ എടുത്തിട്ട് ക്യാപ്പ് ചെയ്യണം. ബോർഡർ അടിക്കുക, ക്യാപ്പ് കൊടുക്കും. സെയിം തന്നെ ഇവിടെ ലാസ്റ്റ് പോളിൽ സെറ്റ് ബോർഡർ അടിക്കുക. ഇതിന്റെ ബാക്ക് സൈഡും കവർ ആയി. ചെറിയൊരു ഷെൽ വാല്യൂ കൊടുക്കും, കാരണം ഒരിക്കലും ഇത് പ്ലെയിൻ ആയിട്ട് കിടക്കത്തില്ല. ഇന്നർ വാല്യൂ, ഔട്ടർ വാല്യൂ ആവശ്യമില്ല, ഇന്നർ വാല്യൂ. എന്നിട്ട് ഷാംപൂ സോ ഈ ഒരു ഏരിയ. ഇനി നമുക്ക് ഈ സാധനം ഷാംപർ ചെയ്യാം. നമ്മൾ നേരത്തെ ഷാംപർ ചെയ്താൽ നമ്മൾ ഈ പോളിഗൺസ് എടുക്കുമ്പോഴേക്കും എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു കർവിന്റെ ആ ഒരു സാധനം കിട്ടും ഷാംപർ ചെയ്തതിന്റെ. അത് പിന്നെ നമ്മൾ ചെയ്ത് സെറ്റ് ചെയ്യുമ്പോഴേക്കും ഈ ഒരു സംഭവം നമ്മളിപ്പോൾ ഇത് ചെയ്യുമ്പോഴേക്കും നല്ല ചടങ്ങും, കാരണം അത് ഒത്തിരി പോളിഗൺസ് ഉണ്ട്. ഇതാകുമ്പോൾ ഒരു പ്ലെയിൻ മാത്രം. അപ്പോൾ എടുത്തു ഷാംപർ ഓഫ് റിംഗ് ഒരു കണക്ട്. ഒരു കണക്ട്. ഈ ഒരു ഏരിയയിൽ നമുക്ക് കുറച്ച് കണക്ട് കൊടുക്കും, ടോപ്പ് ആൻഡ് ബോട്ടം. ഐ മീൻ ഇന്നർ ആൻഡ് ഔട്ടർ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഫൈവ് ഒക്കെ മതി. നമ്മുടെ എന്താണ്
മെയിൻ സ്പീക്കർ സെറ്റ് കഴിഞ്ഞ ഫൈനൽ. എന്നിട്ട് അടുത്തത് ഇതൊന്ന് നമുക്ക് അറ്റാച്ച് ചെയ്യണം. ഈ സാധനം നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ ആവശ്യമെല്ലാം സെറ്റ് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ഇതിനെ കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി, അറ്റാച്ച്, ഫ്രണ്ട് വ്യൂ പോയിട്ട് നമ്മൾ ആ വെർട്ടിസസ് എല്ലാം സെലക്ട് ചെയ്യുന്നു. എക്സ് ആക്സിസ്, അപ്പൊ ഞാനിവിടെ എക്സ് ആക്സിസ് നോക്കുന്നു. ഇതിപ്പോ ഞാൻ എക്സിലാറ് വൈ അമർത്തിയായിരുന്നെങ്കിൽ കണ്ടോ, ഇതാണ് വൈ ആക്സിസ് സെന്ററിലോട്ട്, ഞാൻ എക്സ് ആക്സിസ് കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളെ കറക്റ്റ് ആക്സിസിലല്ല അത് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ കൺട്രോൾ സെറ്റ് അടിക്കുക, അടുത്ത ആക്സിസ് ട്രൈ ചെയ്യും. ഇവിടെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് കുറച്ച് പാടാണെങ്കിൽ വെൽഡ് കൊടുക്കുക, സൂം ഇൻ ചെയ്യുക, വാല്യൂ 0.1. ഓക്കെ, മാറ്റമുണ്ട്. ഞാൻ ഓക്കെ കൊടുത്തു. എല്ലാവട്ടും വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ബോർഡർ എടുത്തിട്ട് കൺട്രോൾ ചെയ്യുക, അതായത് ഓൾ സെലക്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് സെലക്ട് ചെയ്താലും മതി. അപ്പൊ ഡ്രാഗ് സെലക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും റെഡ് കളറിൽ ഹൈലൈറ്റ് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് വെൽഡ് ആയിട്ടില്ല. ശരി, അപ്പൊ നമ്മൾ പിന്നെ മാനുവലി ഒന്ന് വെൽഡ് ചെയ്യണം. ഇതും ആയിട്ടുണ്ട്. ഞാനിതൊന്ന് എഡ്ജ് മോഡില് നീറ്റ് സ്ട്രൈറ്റ് ആക്കുന്നു. ഇവിടെ ഇപ്പൊ ടോപ്പ് ഈ മെയിൻ സംഭവം തീർന്നു. എന്നിട്ട് ഇനിയിപ്പോ കാലാണ് ചെയ്യുന്നത്. കാല് നിങ്ങൾ ഇനി ഷേപ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഞാനിപ്പോ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്, എക്സ്റ്റൻഡേർഡ് പ്രിമിറ്റീവ് എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ അതെല്ലാം ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. എക്സ്റ്റൻഡേർഡ് പ്രിമിറ്റീവില് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പൊ അത് ഞാൻ ഒന്ന് ക്രിയേറ്റ് ചെയ്യും. അതായത് സിലിണ്ടർ ക്രിയേറ്റ് ചെയ്യുന്നില്ല, അതുപോലെ ഉണ്ട്. ആദ്യം നമ്മൾ ഇതിന്റെ റേഡിയസ് സെറ്റ് ചെയ്യും, എത്ര വേണ്ടെന്ന്. എന്നിട്ട് മൗസ് പോയിന്റർ വിട്ടിട്ട് ഞാൻ ലെഫ്റ്റിലേക്ക് വിട്ടിട്ട് ഡ്രാഗ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഡിസ്റ്റൻസ് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോഴത്തേക്ക് ഒരു ഷേപ്പ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പിവറ്റ് കറക്റ്റ് സെന്ററിലാണ് കിടക്കുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്ന് ഇവിടെ വെച്ചിട്ട് മാനുവലി ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. എന്നിട്ട് എനിക്കിപ്പോ ഇതിന്റെ റേഡിയസ് ഒക്കെ ഒന്ന് കറക്റ്റ് റേഡിയസ് ആക്കുക, ഹൈറ്റ് ആക്കുക. ഹൈറ്റ് ആക്കുമ്പോഴേക്കും നമ്മൾ ആ കറക്റ്റ് ഒരു ഹൈറ്റിലോട്ട് സെറ്റ് ചെയ്താൽ മതി. ഇനി വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഫ്ലാറ്റ് ആണ്, ഇവിടെ ഈ ക്യാപ്സ്യൂൾ ഷേപ്പ് അല്ല, ഇത് ഫ്ലാറ്റ് ആണ്. അവിടെയാണ് നമ്മൾ എന്താണ് സ്ലൈസ് സ്റ്റാർട്ട് ചെയ്തത്. സ്ലൈസ് ഓൺ സിലിണ്ടറിക്കൽ ഇതില് പോകും. സെന്റർ ഓക്കെ, നമ്മൾ സ്ലൈസ് യൂസ് ചെയ്യുന്നില്ല. നിങ്ങളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ പാരാമീറ്റേഴ്സിൽ ജനറേറ്റ് കാണുമ്പോൾ ടിക്ക് ചെയ്ത് കൊടുക്കാം. ജനറേറ്റ് നേടി കാണിക്കുമ്പോൾ ടിക്ക് ചെയ്ത് ഒന്നും ടിക്ഡ് അല്ലെങ്കിൽ ഓൺ അല്ലെങ്കിൽ ശരി. അപ്പൊ ഇത് സെറ്റായി. ഞാൻ ഇതിനെ കൺവേർട്ട് ചെയ്യുന്നു, എഡിറ്റബിൾ പോളി ആക്കി. എന്നിട്ട് എനിക്ക് ഇവിടെയാണ് ബ്ലാക്ക് എൻഡ് ആവുന്നത്. അപ്പൊ ഞാൻ ഓൾട്ട് കൊണ്ട് എടുത്തിട്ട് മാനുവലി അവിടെ ഒരു ഇത് വെക്കും. എന്നിട്ട് എനിക്കിപ്പോ എന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു സാധനം ഫ്ലാറ്റ് ആക്കണം, അതായത് ഈ ഒരു ഏരിയ ഫ്ലാറ്റ് ആക്കണം, എന്നാലേ ആ സാധനം സ്റ്റാൻഡ് നിൽക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് എന്താണ് ഒരു ലൂപ്പ് ഇവിടെ വെച്ചിട്ട് റാൻഡമിലി ഒരു സ്ഥലത്ത് ഒരു ലൂപ്പ് വെക്കും. എന്നിട്ട് ഞാനിത് സ്കെയിൽ ചെയ്യും. സ്കെയിൽ ചെയ്യുമ്പോൾ ലോക്കൽ വെക്കാണ്ട് ഞാൻ സ്ക്രീൻ വെച്ചിട്ട് ഞാൻ സ്കെയിൽ ചെയ്യും. അപ്പൊ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ആ പെൻ ഉണ്ടാക്കുമ്പോൾ കുറെ പേർക്ക് ആയ പ്രശ്നമാണ്, ഫ്ലാറ്റ് ആക്കുമ്പോഴേക്കും സ്ലിം ആയി പോകും. അപ്പൊ ഞാൻ കൺസ്ട്രെയിനിൽ എഡ്ജ് മോഡ് എടുത്തിട്ട് ഫ്ലാറ്റ് ആക്കും. എന്നിട്ട് ഞാൻ മാക്സിമം പോകുന്ന അത്ര പൊക്കും. എന്നിട്ട് എഡ്ജ് മോഡ് ഓഫ് ചെയ്ത് ഇനി ഞാൻ ലോക്കൽ വെക്കും. കാരണം നമുക്ക് ഈ ഒരു ഡയറക്ഷൻ കണ്ടതുകൊണ്ട് ഞാനിത് അപ്പോൾ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നം വരും. അതെല്ലാ വെർട്ടിസസിന്റെ ലോക്കൽ വെച്ചിട്ടാണ് ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വേറെ ഒരു മോഡ് ട്രൈ ചെയ്യാം. പാരന്റ് ട്രൈ ചെയ്യുക. ഓക്കെ, പാരന്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്.
അപ്പൊ ഈ ലൈൻ ഞാൻ സ്ട്രേറ്റ് ആക്കിയില്ലേ, ആ ലൈൻ നമ്മൾ ഇവിടെ വരുന്ന വരെ നമ്മളൊന്ന് പൊക്കും. അപ്പോൾ ഇവിടെ സെറ്റ് ആയി. എന്നിട്ട് ഞാൻ ഇതെല്ലാം എന്താണ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുക്കും. നമുക്ക് ഇങ്ങനെ പോവാം. നമുക്ക് ജസ്റ്റ് ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇവിടെ വരെ ആക്കിയിട്ട് ചെയ്യാം. എന്നിട്ട് അടുത്ത ചെയ്യേണ്ടത് ഈ ഒരു ഫേസ് നമ്മൾ ഫില്ല് ചെയ്യണം. കാരണം ഒബ്ജക്റ്റ് ഇങ്ങനെ തുറന്നിരിക്കും റിയൽ ലൈഫിൽ. സോ ഇത് ക്യാപ്പ് ചെയ്തു. ഇത് ട്രാൻസ്പെറൻസി ഇല്ലായിരുന്നു. വോൾടെക്സ് ആയിട്ട് ട്രാൻസ്പെറൻസി മോഡിലോട്ട് ഡിഫോൾട്ട് ഷെയ്ഡിങ്ങിലോട്ട് വരിക. സെയിം നമ്മൾ ചെയ്ത സാധനം തന്നെ. ഇൻസെറ്റ് അടിക്കുക, ഇൻസെറ്റ് അടിക്കുക, രണ്ടോട്ട് അടിക്കുക. ഓക്കെ, എന്നിട്ട് ഓക്കെ, ഇത് നമുക്കിപ്പോ കറക്റ്റ് സർക്കിൾ അല്ല കാണുന്നത്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ ഫ്ലാറ്റ് ആക്കില്ലേ, അതായത് ഈ ഒരു പ്ലെയിൻ ഫ്ലാറ്റ് അല്ലേ, അതുകൊണ്ടാണ് ഈ സർക്കിൾ കാണാത്തത്. ഈ സാധനം ഇപ്പോ എന്താണ് ഇങ്ങനെ കറക്റ്റ് സ്ട്രേറ്റ് നിന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ സർക്കിൾ ആയിന്. നമ്മൾ സ്ലാന്റിങ് കൂടി ആയതുകൊണ്ടാണ് സർക്കിൾ ആണ്. അത് കുഴപ്പമില്ല, നമ്മൾ ഔട്ട്ലൈൻ സർക്കിൾ ആണ്, അപ്പൊ സീനില്ല ആവശ്യം. സോ ഞാനിത് ജസ്റ്റ് പെട്ടെന്നൊന്ന് കണക്ട് ചെയ്യാം. 4 ഫേസ് കണക്ട് ചെയ്യണം. എന്നിട്ട് ഓക്കെ, ഞാനിതിനെ ഷാംഫർ കൊടുക്കുന്നു. ഷാംഫർ ശരിയാകാത്ത വാക്കുന്നു. ഇതിന്റെ അടുത്തൊരു ലൂപ്പ് ഇടുന്നു, ജസ്റ്റ് ഇൻ കേസ്. ഇതിന്റെ അടുത്തൊരു ലൂപ്പ് ഇടുന്നു. എന്നിട്ട് ഈ ബ്ലാക്കിന് സെപ്പറേറ്റ് ആക്കണ്ടേ. അപ്പൊ നമ്മൾ നേരത്തെ എന്താണ് ചെയ്തത്, പോളിഗൺ ഫുൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഡിറ്റാച്ച് കൊടുക്കും. സോ അത് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ പോളിഗൺസ് ഫുൾ സെലക്ട് ചെയ്തു, ഡിറ്റാച്ച് കൊടുത്തു. ക്ലോൺ എലിമെന്റ് ഒന്നും വേണ്ട, സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ആണ് വേണ്ടത്. അപ്പൊ ഞാൻ ഒന്ന് ടിക്ക് ചെയ്യാണ്ട് ഓക്കെ അടിച്ചു. ഓക്കെ, എന്നിട്ട് ഞാനിത് ഐസൊലേറ്റ് ചെയ്യും. എന്നിട്ട് ഇത് ഫില്ല് ചെയ്യും. ക്യാപ് പോളിഗൺ മോഡ് ഇൻസെറ്റ് ബട്ടൺ. എന്നിട്ട് ഇതിന്റെ മെഷ് കണക്ട് ചെയ്ത് 4 ഫേസ്. എന്നിട്ട് ഈ ലൂപ്പിന് ഞാൻ വീണ്ടും ചെയ്യാം. അപ്പൊ ഇത് പ്രീവിയസ്ലി നമ്മൾ ഈ ഒബ്ജക്റ്റിന്റെ ഭാഗമായിരുന്നില്ല ഈ ഒബ്ജക്റ്റ്, അതുകൊണ്ടാണ് പ്രീവിയസ്ലി ആ ഒരു ഷാംഫർ വാല്യൂ വന്നിരിക്കുന്നത്. നമ്മൾ ഇപ്പൊ ഷാംഫർ ചെയ്തിട്ട് പുതിയൊരു ഒബ്ജക്റ്റ് ഇല്ല, അതായത് ഇതിന്റെ ഭാഗമല്ലാണ്ട് ഇതിങ്ങനെ ഡിറ്റാച്ച് ചെയ്യാത്ത ഒരു ഒബ്ജക്റ്റ് ഉണ്ടാകത്തില്ല. ഫോർ എക്സാമ്പിൾ അതിന്റെ റൊട്ടേറ്റർ, അതിൽ പോയി നമ്മൾ ഷാംഫർ കൊടുക്കുമ്പോഴേക്ക് ഈ വാല്യൂ അല്ല കിടക്കും. ആ സമയത്ത് ആ ഒബ്ജക്റ്റിൽ യൂസ് ചെയ്ത ഷാംഫർ വാല്യൂ ആണ് കിടക്കുന്നത്. അത് നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ഇതിന് ഈ വാല്യൂ മതിയാവും നമുക്ക്. അതായത് നല്ല ഒരു വ്യത്യാസമില്ല, ഷാർപ്പ് ഒരു സംഭവമാണ് കിടക്കുന്നത്. സോ അൺഡ്യൂ പോയിട്ട് 0.4 ആവശ്യമില്ല, നമുക്ക് 0.3 കൊടുക്കാം. ഓക്കെ അടിക്കാം. എന്നിട്ട് ഇവിടെ ഒരു 2 മതി, 3 ലൂപ്പ് പോകും. എന്നിട്ട് ഇത് മുകളിലോട്ട് തള്ളും. അതുപോലെ ഇവിടെ ഒരു ലൂപ്പ് ഇട്ടുക. സെയിം സാധനം നമ്മളിപ്പോ സെപ്പറേറ്റ് ആക്കിയോണ്ട് അവിടെ എന്തായാലും ഞാൻ അതും കൂടി ഒന്ന് ചെയ്യും. ക്യാപ്പ് ഇൻസെറ്റ് 2 വട്ടം ഇൻസെറ്റ്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ എന്നിട്ട് ഇതിന് ശമം ആ ഒരു പഴയ വാല്യൂ ഓൾറെഡി കിടപ്പുണ്ടാവും നമ്മൾ താഴത്തിനിട്ട്, അതുകൊണ്ട് അല്ല. ഓക്കെ, ഇപ്പോഴാണ് ഞാൻ പറഞ്ഞ സംഭവം.
0.4 എന്ന് കളഞ്ഞു. ഞാൻ മറ്റേ സാധനത്തിന് 0.3 ആണ് ഓർമ്മയുണ്ടോ? സോ ഞാനിതിന് 0.3 ആക്കും. കാരണം സെയിം ഒരു വ്യത്യാസം ഉണ്ടാവും രണ്ടും. സോ 0.3 ആക്കിയിട്ട് ഞാൻ ഇതിന് മെഷ് ഇട്ട് കൊടുക്കും. ഇവിടെ മെഷ് എന്നിട്ട് ലൂപ്പ് ഇനി ചെയ്യേണ്ടത് ഇത് രണ്ട് സെലക്ട് ചെയ്യാം. ഐസൊലേഷൻ മോഡ് ഓഫ് ആവുക, ലെഫ്റ്റ് വ്യൂ വരിക, ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ ഒന്ന് ഇൻസ്റ്റൻസ് സെറ്റ് ചെയ്യണം. ഇൻസ്റ്റൻസ് വേണ്ട, കാരണം ഓക്കെ ഈ സ്റ്റാൻഡ് ഇപ്പൊ പോയേക്കുന്നത് ഫ്രണ്ടിലോട്ട് ഇതാണ്, അതായത് ഈ ഫുൾ ഏരിയ ഫ്രണ്ടിലോട്ട് അത് നേരത്തെ സെറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ എന്താണ് ക്യാപ്സ്യൂൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ കട്ട് ചെയ്യത്തില്ലേ, ഇത് ചെയ്യേണ്ട മുമ്പ് ഇതൊന്ന് ഷേപ്പ് ഒന്ന് സെറ്റ് ചെയ്യണം. കാരണം എൻ്റെ ഞാനിപ്പോ ചടങ്ങാണെങ്കിൽ ഞാൻ തിരിച്ച് ട്രൈ ചെയ്യാം. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ FFT ഉപയോഗിക്കുന്നത്. FFT 2x2 കൊടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് വരണം. ഇല്ല വരത്തില്ല, ഈ ഒരു സാധനം ഷേപ്പ് പോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ അത് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയേക്ക്. ഞാൻ ഇതിപ്പോ വീണ്ടും സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ച് സമയം എക്സ്ട്രാ പോകും. അപ്പൊ ഞാനിപ്പോ ഇപ്പത്തേക്ക് സ്ട്രേറ്റ് ആയിട്ട് തന്നെ വിടുക. ഇല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത സെക്ഷൻ ബോട്ടമിൽ പിവറ്റ് നമ്മുടെ സെന്റർ ആക്കാണ്. ഇതിന്റെ സെന്റർ ആക്കിയിട്ട് റൊട്ടേറ്റ് ചെയ്താലേ നമുക്കൊന്ന് വർക്ക് ചെയ്തു. സോ ഞാനത് എഫക്ട് പിവറ്റ് സ്നാപ്പിംഗ് ഓൺ ആക്കും. സ്നാപ്പിങ്ങിൽ ഞാൻ വെർട്ടെക്സ് ഗ്രിഡ് അല്ല, ഗ്രിഡ് ഓഫ് ആക്കി വെർട്ടെക്സ് ആക്കും. എന്നിട്ട് ഈ സാധനത്തിന് സ്നാപ്പ് ചെയ്യും. എന്നിട്ട് ഞാൻ ഇതിപ്പോ മൂവ് ആണ് സ്നാപ്പ് ആയത്, അതായത് മൂവ് ടൂൾ ആണ് സ്നാപ്പ് ആയത്. നമ്മൾ റൊട്ടേറ്റ് ആക്കാം, അതാകുമ്പോൾ റൊട്ടേറ്റ് ഇതാവും. സ്കെയിൽ ആക്കാം, സ്കെയിൽ ആക്കുമ്പോൾ അത് പഴയ പൊസിഷനും പുതിയ പൊസിഷനോട്ട് മാറും. ചില സമയത്ത് മാറത്തില്ല, നമ്മൾ മൂവ് മാത്രം കിടക്കും സ്നാപ്പ് ചെയ്തുകൊണ്ട്. പിന്നെ നമ്മൾ ഓഫ് ആക്കിയിട്ട് റൊട്ടേറ്റ് കൊടുക്കുമ്പോൾ റൊട്ടേറ്റ് ഇവിടെ വീണ്ടും. സോ അത് നമ്മൾ സ്നാപ്പിംഗ് മൂന്നും ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ ഇത് ഇനി റൊട്ടേറ്റ് വരുന്നു. ഞാൻ ഇനി ഇത് റൊട്ടേറ്റ് ചെയ്ത് ഓക്കെ റൊട്ടേറ്റ് ചെയ്ത് ഓക്കെ ഇങ്ങനെയാണ് കിടക്കുന്നത്. നമ്മൾ സ്ട്രെയിറ്റ് അല്ല കിടക്കുന്നത്, ഇതൊരു എന്താണ് വി ഷേപ്പിലാണ് കിടക്കുന്നത്. അപ്പൊ ഞാനിത് റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇത് തന്നെ ഞാനൊരു ഇൻസ്റ്റൻസ് എടുക്കും. ഇൻസ്റ്റൻസ് എടുക്കുമ്പോൾ ഈ ഇൻസ്റ്റൻസ് ഡ്രാഗ് ഇൻസ്റ്റൻസ് ആക്കുമ്പോൾ സെയിം ഷേപ്പാണ് വരുന്നത്. നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്. സോ ഞാൻ അതെടുത്തിട്ട് ഇൻസ്റ്റൻസ് മറ്റേ മിററിലെ ഇൻസ്റ്റൻസ് ആണ്. എന്നിട്ട് ഇവിടെ എന്തായി നമുക്ക് ആ ഒരു എന്താണ് പറയുന്നത്, ഈ ഒരു ആക്ടിവിറ്റി അത് കുറച്ചും കൂടി വരണം. നിങ്ങളത് ഈ ഒരു ആ സ്ഥലത്ത് ഈ ചെരിവ് കുറച്ചും കൂടി വരണം. അത് നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് സെറ്റ് ചെയ്യണം. കാരണം എൻ്റെ ഞാനിപ്പോ മെഷീൻ ഷാമ്പൊക്കെ ഇട്ടുകൊണ്ട് അത് സെറ്റായി. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഒന്ന് സെറ്റാക്കിയിട്ട് മാത്രം ചെയ്താൽ മതി. അപ്പൊ ഞാനിപ്പോ ഇതെന്താണ് ചെയ്യുന്നത്, ഇത് ഡിലീറ്റ് ചെയ്ത് ആവശ്യമില്ല. ഞാനിത് ഗ്രൂപ്പ് ചെയ്തിട്ടായിരിക്കും ഞാൻ സെറ്റ് ചെയ്യും. ഞാൻ ഇതൊന്ന് ഒരു വട്ടം ഗ്രൂപ്പ് ചെയ്യും. എന്നിട്ട് ഇൻസ്റ്റൻസ് ഈ ആക്സസ് ഇതിന്റെ പ്രൊസിഷൻ ഓക്കെയാണ്. എന്നിട്ട് ഞാൻ വീണ്ടും ഇൻസ്റ്റൻസ്, അതായത് രണ്ട് ലെഗ് സെലക്ട് ചെയ്തിട്ട് വീണ്ടും ഇൻസ്റ്റൻസ്
ഈ ഒരു സാധനം ഇവിടെ കാണുന്നുണ്ട് എന്ന് വെച്ചാൽ അത് ഡിസ്റ്റോർട്ട് ആയതുകൊണ്ടാണ്. പെർസ്പെക്റ്റീവ് ഇമേജ് ഡിസ്റ്റോർട്ട് ആയിട്ട് കറക്റ്റ് സ്ട്രേറ്റ് ഫ്രണ്ട് വ്യൂ ആണെന്നെങ്കിൽ നമ്മൾ കറക്റ്റ് അതിന്റെ ബാക്കിൽ വന്നിട്ടുണ്ട്. സോ ഇപ്പൊ കാല് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഡിസ്റ്റോർട്ടഡ് സംഭവമാണ്. അപ്പൊ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ടർബോ സ്മൂത്ത് എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടോ നോക്കാം. അതായത് നമ്മൾ വ്യൂ ചെയ്യാൻ വേണ്ടിട്ട് എവിടെയെങ്കിലും ടർബോ സ്മൂത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടോ. അപ്ലൈ ചെയ്തില്ല. ഇനി നിങ്ങൾക്ക് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫുള്ള് ഗ്രീൻ ആണ്. ഫുൾ സെലക്ട് ചെയ്യും, ഡ്രാഗ് സെലക്ട് ഗ്രീൻ ആണ്. ഈ ഗ്രീൻ ഓക്കെ. എന്നിട്ട് എന്താണ് ഇതൊന്ന് ഒരു വട്ടം കൂടി ഗ്രൂപ്പാണ്. ഞാൻ ഈ ഒബ്ജക്ട്സിനൊന്നും നെയിമിങ് ചെയ്തിട്ടില്ല. അത് ഇതും കൂടി ചെയ്യുമ്പോഴേക്കും നല്ല ലേറ്റ് ആവാൻ പോകുന്നുണ്ട്. നെയിമിങ് ചെയ്തിട്ടില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നെയിം ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ഇതിന് നോബ് 1, നോബ് 2, അല്ലെങ്കിൽ ലെഫ്റ്റ് നോബ്, റൈറ്റ് നോബ്, ഇതിന് സ്ക്രീന്, ഈ സാധനത്തിന് സ്ക്രീൻ റിംഗ്, പിന്നെ ഇത് റൈറ്റ് സ്പീക്കർ ഗ്രിൽ, ലെഫ്റ്റ് സ്പീക്കർ ഗ്രിൽ, ഇത് മെറ്റൽ പീസ് എന്നതാ, പിന്നെ ഇത് വുഡൻ പീസ് എന്നതാണ്, പിന്നെ എന്താണ് ഇത് ഓക്കെ. ഇതിന്റെ ബാക്കിൽ നമ്മൾ ഒരു പീസ് ആക്കിയിട്ടില്ല. അപ്പൊ അതിന് നിങ്ങൾക്ക് വുഡൻ പീസ് 2 എന്നിടാം, ഇതിന് വുഡൻ പീസ് ഇടാം. ഇത് ലെഗ് മെറ്റൽ ബ്ലാക്ക് അങ്ങനെ ഇട്ടിട്ട് ഗ്രൂപ്പ് ചെയ്യണം. അപ്പൊ നമുക്കിപ്പോ നിലവിൽ ഓവറോൾ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അല്ലാണ്ട് 4 ലെഗിന് സെപ്പറേറ്റ് 5 ഗ്രൂപ്പ് ഉണ്ട് ടോട്ടൽ ഇതിൽ. എന്നിട്ട് ഞാൻ ഇനി ഓക്കെ ഗ്രൂപ്പിൽ ഞാൻ ഈ ഗ്രൂപ്പിന്റെ പേര് കൊടുക്കുന്നത് മ്യൂസിക് സിസ്റ്റം എന്നാണ്. ഈ ബ്രാൻഡ് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ടിവോളി ഓഡിയോ മ്യൂസിക് സിസ്റ്റം തട്ടും. മ്യൂസിക് ഓക്കെ. എന്നിട്ട് നമ്മൾ പിന്നെ നോക്കേണ്ടത് ഫ്രണ്ട് വ്യൂല് ജി അടിക്കുമ്പോൾ നമുക്ക് ഗ്രിഡ് ഹൈഡ് ചെയ്യാൻ പറ്റും. ഗ്രിഡ് ഹൈഡ് ചെയ്ത് ആദ്യം ഇമേജ് ഡിലീറ്റ് ചെയ്യാം. അതിന് മുമ്പ് ഞാൻ സേവ് ചെയ്യും. എന്നിട്ട് ഇമേജ് ഡിലീറ്റ് ചെയ്യും, ഗ്രിഡ് ഓൺ ആക്കും. ഇത് സെൻട്രലാണ് നോക്കും. അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഈ XYZ അതിൽ തന്നെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് സെഡിൽ കൂട്ടും, എക്സും വൈയും 0 ആക്കും. ഇത് ഗ്രിഡിൽ ഒറ്റ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പിവറ്റിന് താഴോട്ടാക്കണം. അപ്പൊ അതാക്കുന്ന വെച്ചാൽ ഇതെല്ലാം സെറ്റ് ചെയ്തത്, അതായത് ഗ്രിഡിൽ കറക്റ്റ് നിൽക്കുന്നതിന് നമ്മൾ കണ്ടു. ടോപ്പ് വ്യൂ ഇത് കറക്റ്റ് നിൽക്കുവാണെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്യേണ്ട മുമ്പ് ആദ്യം ഒന്ന് സെന്റർ ടു ഒബ്ജക്റ്റ് കൊടുക്കാം. എന്നിട്ട് ഇത് 2 0 ആക്കാം. എന്നിട്ട് സെഡ് വാല്യൂ നമ്മൾ ഇതൊന്ന് പൊക്കണം. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? എന്നിട്ട് നമ്മൾ വീണ്ടും എഫക്റ്റ് പിവറ്റ് കൊടുക്കുക, എഫക്റ്റ് പിവറ്റ് ഓൺലി കൊടുക്കുക. എന്നിട്ട് സെഡ് വാല്യൂ 0 ആക്കും. അപ്പൊ ഈ പിവറ്റ് ഇപ്പൊ 3 0 ആയി. അപ്പൊ ഇത് ഗ്രൂപ്പിലാണ് ഈ പിവറ്റ് ഇപ്പൊ സെന്ററിൽ. ഞാൻ അൺഗ്രൂപ്പ് ചെയ്യുമ്പോഴേക്ക് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ കണ്ടു അത് അതിന്റെ ആയിട്ടുള്ള പിവറ്റിലാണ്. സ്ക്രീൻ ചെയ്യുക. എന്നിട്ട് ഒരു ടർബോ സ്മൂത്ത് ഇടുക. ലാസ്റ്റ് ടർബോ സ്മൂത്ത് ഇടുക. ഈ കേസിൽ നിങ്ങൾക്ക് 2 ഇടാം, കാരണം ഇവിടെ ഹാർഡ് ആയതുകൊണ്ട് 2 ഇടുക. എന്നിട്ട് നിങ്ങളുടെ സിസ്റ്റം കേപ്പബിൾ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ഹൈ ക്വാളിറ്റിയിൽ ഇട്ടിട്ട് ജസ്റ്റ് നമുക്ക് സംഭവം നോക്കാം. ഈ സാധനം നിങ്ങളുടെ ഇതിൽ വർക്ക് ചെയ്യാൻ ചാൻസ് ലോ എൻഡ് പി സി ആണെങ്കിൽ ഈ ഹൈ ക്വാളിറ്റിയിൽ നല്ല ലാഗ് അടിക്കും. അപ്പൊ നിങ്ങൾ ലോ ആക്കേണ്ട പകരം ജസ്റ്റ് പെർസ്പെക്റ്റീവിലിട്ടിട്ട് പെർഫോമൻസിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു ആ ഷാഡോ നോക്കില്ലെങ്കിൽ നമുക്ക് തെറ്റി. എന്നിട്ട് സ്റ്റാൻഡേർഡിൽ വീണ്ടും പോവാം. ടോപ്പ് വ്യൂ, ഇത് ഒബ്ജക്റ്റ് നമ്മൾ ഫൈനൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, സേവ് സെലക്ട് കൊടുക്കുക. സേവ് സെലക്ട് കൊടുക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇനി നിങ്ങൾ ഇതിന്റെ ഉണ്ടാക്കുമ്പോൾ
കോപ്പി എന്തെങ്കിലും ഇവിടെ കിടപ്പുണ്ടെങ്കിൽ ഞാനത് ഫയൽ നിങ്ങളെ ഷെയർ ചെയ്യുമ്പോഴേക്ക് ആ കോപ്പീസ് കിടപ്പുണ്ടാവും. അപ്പൊ നമുക്ക് ആ കോപ്പീസ് ആവശ്യമില്ല, നമുക്ക് ഒരു ഒബ്ജക്ട് മെയിൻ ഒബ്ജക്ട് മാത്രം മതി ഫൈനൽ ഫയൽ. സോ അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഇത് സെലക്ട് ചെയ്തിട്ട് സേവ് സെലക്റ്റഡ് കൊടുക്കും. എന്നിട്ട് പ്രൊജക്ട് വ്യൂ പറഞ്ഞ് സേവ് ചെയ്യുക. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്യൂച്ചർ വീഡിയോസിൽ എന്താണ് ചെയ്യേണ്ടത്, ആർക്കെങ്കിലും റെക്കമെൻഡേഷൻസ് വേണമെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ മതി. സോ ഇതുപോലത്തെ കോണ്ടൻറ്റ് ഇനിയും കാണാൻ കിമെട്രോൺ അക്കാഡമീനെ സബ്സ്ക്രൈബ് ചെയ്യുക. See you guys in the next video. Bye.